Good morning, good afternoon, all. Good afternoon, Miss. Afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോട്ടോ. Ma'am, Ashwati ma'am, ഇല്ലേ ma'am? Sorry, good afternoon. Good afternoon. Today, ma'am, discharge ആയിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന്. Okay, എന്ത് പറ്റി മാമിന്? Can we ask? ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ശ്വാസമുട്ടലൊക്കെ കൂടിയിട്ട് മാം ഹോസ്പിറ്റലിൽ. സൗണ്ട് കുറച്ച് കുറവാണ്, ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അശ്വിൻസിന് വയ്യാന്നുള്ളത്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് തോന്നുന്നു. നെക്സ്റ്റ് വീക്ക് മുതൽ ഡിസ്ചാർജ് ചെയ്യും കേട്ടോ. സോ പ്രയർ പറഞ്ഞു കേട്ടോ. മാം ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളാം. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing. Showers of blessing we need. Mercy drops around us are falling. But for the showers we plead. Mercy drops round us are falling. But for the showers we plead. Thank you. ഓക്കെ. സൈൻ ഔട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞു കേട്ടോ. ഞാൻ പറയട്ടെ മാം. പറഞ്ഞോളാം. Good afternoon, everyone. Welcome to your class. I am very happy to seeing you all. Let's learn together and enjoy today's class. Thank you. ഔട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞോ. Thought of the day. Good afternoon, all. Thought of the day. Smile is the electricity and life is a battery. Whenever you smile, the battery gets charged and a beautiful day is activated. So keep smiling. By APJ Abdul Kalam. Thank you. Thank you. ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ തന്നിട്ടുണ്ടായിരുന്നല്ലേ, പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആണ്. Ma'am, artificial respiration, right ma'am? അതിൽ ഞാൻ halfway prepare ചെയ്തിട്ടുള്ളൂ. ഇനിയും സ്റ്റെപ്സ് ബിഫോർ ഗിവിംഗ് റെസ്പിറേഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് കൺക്ലൂഷൻ, ഇത് മൂന്നും ചെയ്യാനുണ്ട് എനിക്ക്. ഡെഫിനീഷൻ ആൻഡ് പ്രോസസ് അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടൈപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അതുവരെ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ. ഒന്ന് പേര് മെസ്സേജ് അയക്കും. ഞാൻ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരൊന്ന് പേര് മെസ്സേജ് അയക്കാണെങ്കിൽ അതിന്റെ ഓർഡറിൽ വിളിക്കുക. അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് സെമിനാർ പോസ്റ്റ്പോൺ ചെയ്യണോ? നെക്സ്റ്റ് വീക്ക് വെച്ച് നെക്സ്റ്റ് എന്റെ ക്ലാസ്സിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യണോ? നല്ലത്. യെസ് മാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം കേട്ടോ. തേഴ്സ്ഡേ ആണ് കേട്ടോ. എനിക്ക് തേഴ്സ്ഡേ പ്രിഫർ ആയിട്ട് വരാം കേട്ടോ. പേജ് നമ്പർ 22 കേട്ടോ. പേജ് നമ്പർ 22.
ഓക്കെ, നമ്മള് ഇനി ബേൺസ് അല്ലേ എടുക്കാനുള്ളത്, ഫസ്റ്റ് എയ്ഡ് പറയാനുള്ളത്. മേബി നമുക്ക് എപ്പോഴൊക്കെയാണ് ബേൺസ് സംഭവിക്കുന്നത്? ചെറിയ എന്തെങ്കിലും എന്താ പറയാ, ചെറിയ മുറിവുകള് ചെറിയ ബേൺസ് എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ഭൂരിഭാഗം പേരും. സോ എന്താണ്, കിച്ചണിന് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ബേൺസ് കിട്ടും അല്ലെ, പൊള്ളലേക്കാറില്ലേ? എന്താന്നറിയില്ല, ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊരു കയ്യിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പൊള്ളിയില്ലെങ്കിൽ പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ പൊള്ളലൊക്കെ കേൾക്കാറുണ്ട്. ചിലപ്പോ കിച്ചണിൽ എപ്പോഴും കയറാത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കില് നമുക്ക് കയ്യിൽ ആകെ ആകെ അടിച്ച് പൊള്ളലേക്കാറുണ്ട്. അതായത് നമ്മള് അൺകോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പൊള്ളലേക്കാറുണ്ട്. ചെറിയ ബേൺസ് ഒക്കെ ഓക്കെ ആണല്ലേ, കുറച്ച് നീറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഓക്കെയാണ് അല്ലെ. അത് പിന്നെ കുറച്ച് ബോയിൽഡ് ആയിട്ടുള്ള ഓയിലോ അല്ലെങ്കിൽ ബോയിൽഡ് ആയിട്ടുള്ള വാട്ടറോ മിൽക്കൊക്കെ നമുക്ക് കയ്യുമൊക്കെ വീഴാറില്ലേ. അപ്പൊ നമ്മൾ ചെറിയ ബേൺസ് ഒക്കെ ആണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യാം, എന്തൊക്കെ ചെയ്യും റെമഡിയലായിട്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ബേൺസിനെ കുറിച്ചൊക്കെ? ഇല്ലാലോ അല്ലേ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ കഴുകാം. വെള്ളത്തില് കൈ കഴുകും. എന്താണ്? ഹണി. ഓക്കെ, ഹണി ഞാനും കേട്ടിട്ടുണ്ട്, ഹണി തേക്കുന്നത് നല്ലതാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പേസ്റ്റ് തേക്കാറുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പേസ്റ്റിന്റെ കാര്യമാണ് നിൽക്കട്ടെ, ബാക്കി എന്തൊക്കെ യൂസ് ചെയ്യാറ്? കറ്റാർ വാഴയുടെ ജെല്ല് ഉപയോഗിക്കാം. അത് ഞാൻ കേട്ടിട്ടുണ്ട്, കറ്റാർ വാഴയുടെ ജെല്ല് തേക്കുന്നത് നല്ലതാണ്, പൊള്ളലിന് പരിധി വരെ ഒരു ചെറിയ റെമഡികളാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ്? ഐസ് വാട്ടറിൽ മുക്കി വെക്കും. ഓക്കെ, ഐസ് വാട്ടർ. ഓക്കെ, ഒരു റിലീഫിന് വേണ്ടിട്ട് അല്ലെ. ഓക്കെ, ഗുഡ്. പിന്നെ ഓയിന്റ്മെന്റുകൾ എന്തെങ്കിലും ആന്റിസെപ്റ്റിക് അല്ലേ. എന്നിട്ടുണ്ട് ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം. എന്താ പറയാ, ഹസ്ബൻഡിന്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നേ. പൊള്ളിയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടില്, തള്ളവരമ്മയാണ് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊള്ളി. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടില്. അപ്പൊ അമ്മയാണ് നോക്കിയത്. അപ്പൊ അമ്മ എന്ത് ചെയ്തു, ആദ്യം തന്നെ പേസ്റ്റ്, കോൾഗേറ്റിന്റെ പേസ്റ്റ് എടുത്ത് തേച്ചു. സോ ഈ ബേൺ അത്യാവശ്യം ഇങ്ങനെ കൊമ്മളെ പോലെ എന്ത് ചെയ്തു, തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ കൊണ്ടുപോയതാണ്. അപ്പൊ കൊമ്മലിനെ വീർത്ത് വരാണ്. അപ്പൊ ഡോക്ടറിനോട് ചോദിച്ചത്, ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ആദ്യം എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്, എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തത് പറഞ്ഞു. വെള്ളത്തിൽ വെച്ചിട്ടുണ്ടാവും, വേറെ ഒന്നും ചെയ്തില്ല. ഡോക്ടർ പറഞ്ഞത് അല്ല, അതല്ല ചെയ്തത് പറഞ്ഞു. ഹസ്ബൻഡോട് പറഞ്ഞു അമ്മ പേസ്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ നല്ല വഴക്കാ പറഞ്ഞത്, കാരണം പേസ്റ്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ബേൺ ആയിട്ടുള്ള പ്ലേസിൽ പറ്റാനായിട്ട് പാടില്ല. സോ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് അല്ല ഈ പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അങ്ങനെ പൊള്ളലേറ്റ സമയത്ത് ഞങ്ങൾക്ക് തന്നൊരു ആന്റിസെപ്റ്റിക് ഓയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ആണോ? എങ്ങനെ പറ്റിയത്? എങ്ങനെ പറ്റിയത്? അത് ചായ എടുത്ത് ഞാൻ വെച്ചപ്പോഴത്തേക്ക് അവൻ വന്ന് ഓടി വന്ന് തട്ടി, എന്നിട്ട് കഴുത്തിന് അവിടുന്ന് താഴോട്ട് വീണു. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ആ ബനിയൻ അങ്ങ് ഊരിയപ്പം ആ തൊലിയും കൂടെ അതിനോടൊപ്പം വന്നു. അപ്പം 1 വയസ്സ് ആയതേ ഉള്ളൂ കുഞ്ഞിന്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. വെള്ളം എല്ലാം കോരി ഒഴിച്ചു. നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പേസ്റ്റ് തേച്ചു. പേസ്റ്റ് ഒന്നും തേക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അവിടെ ചെന്നപ്പം പേസ്റ്റ് ഒന്നും തേക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ ഇൻഫെക്ഷൻ ആകും, ഭയങ്കര ഇതാകും. ഞാൻ കാര്യം പറയട്ടെ, പൊള്ളലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ആ ഡ്രസ് എന്ത് ചെയ്യാൻ പാടില്ല, റിമൂവ് ചെയ്യാൻ പാടില്ല. കാരണം പൊള്ളലേറ്റ സമയത്ത് നമ്മൾ ഡ്രസ് പിന്നോട് എന്തിട്ടുണ്ടാവും, ഇത് ഇതായിട്ടുണ്ടാവും, ചൂടായിട്ടുണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ചു തന്നാൽ അതെന്ത് ചെയ്യാം, അപ്പോൾ ഡ്രസ്സിൽ പാടെ തന്നെ ഇരുന്നോട്ടെ. വെള്ളം ഒഴിച്ചു തന്നാൽ എന്ത് ചെയ്യാൻ നോക്കാം, നമ്മള് ആ ഒരു കുറച്ചൊന്ന് റിലാക്സ് ആയതിനു ശേഷം ഒന്ന് നോക്കിയാൽ മതി. ഡ്രസ്സ് പെട്ടെന്ന് വലിച്ചു വരുന്ന എന്താ സംഭവിക്കുന്ന വെച്ചാൽ ചൂടാണ്, അത് സ്കിന്നും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പോരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്.
അപ്പോ പേസ്റ്റ് തേക്കാൻ പാടില്ല എന്ന് നിർബന്ധമാണ് കേട്ടോ. പേസ്റ്റ് തേക്കിയിരുന്നാലും അത് ഇൻഫെക്ഷനും പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരിയുള്ളൂ. ഇൻഫെക്ഷൻ ആവാനാ ചാൻസ് കൂടുതൽ. നമ്മളത് മാക്സിമം പേസ്റ്റ് ഉപയോഗിക്കുന്നത് കുറയ്ക്കാം. അപ്പൊ അന്ന് ഞങ്ങൾക്ക് തന്ന ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ആണ് ഞാൻ ഇപ്പോഴും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എക്സ്പയറി കഴിയുമ്പോൾ മാറ്റുന്നുണ്ട്. അനുസരിച്ച് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് എന്ത് ചെയ്യുന്നത് വാങ്ങിച്ചു വെക്കും. സോ നല്ലതാണ് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഇപ്പോൾ ഉള്ളത്, നല്ലതാണ്. ഞാൻ എക്സാമ്പിള് എന്റെ ലൈഫിൽ വന്നൊരു എക്സാമ്പിൾ പറയാണ്. ഞാൻ ഒരു 20 വയസ്സൊക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മള് വാർക്കൂലേ, ചോറ് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വാർത്ത് വെക്കൂലേ, ഞങ്ങളുടെ അങ്ങനെ തന്നെ ഞങ്ങൾ പറയുന്നത്. നമ്മള് ചോറ് ഇങ്ങനെ അടുപ്പത്തേലും കൊണ്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഊറ്റിയെടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാർത്ത് വെക്കും. ജസ്റ്റ് പണ്ടേ ഞാൻ ഒത്തിരി മടിച്ചയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ എന്നോട് പറഞ്ഞത് ചോറ് ഇങ്ങനെ മാറ്റിയിടാനാ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഈ ചോറ് ഇങ്ങനെ വാർത്ത് വെച്ചു. ആ ഒരു ഏജിന്റെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വാർത്ത് കഴിഞ്ഞപ്പോ കുറച്ച് മുകളിലാണ്. സാധാരണ അമ്മ താഴത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ വാർക്കാറ്. ഞാൻ മുകളിൽ വേറെ ബുദ്ധിയായിട്ട് അത് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തു. പെട്ടെന്നാണ് ഞാൻ അങ്ങനെ ചെയ്ത സമയത്ത് എന്റെ മേത്തേക്ക് ഈ കഞ്ഞിയും ചോറ് തിളച്ചിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ വാർക്കുന്നത്. അപ്പൊ മൊത്തമായിട്ട് ഇങ്ങോട്ട് വീഴും, മേത്ത് മൊത്തമായിട്ട് വീഴും. ആ സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടെന്നൊരു നമുക്ക് പെട്ടെന്ന് അവിടെ ഷോക്കാണ്. അപ്പൊ ഞാൻ കരഞ്ഞല്ലോ. ഞാൻ കരഞ്ഞത് കേട്ടിട്ടാണ് അനിയത്തി വരുന്നത്. അവൾ അന്ന് എനിക്ക് തോന്നുന്നു എന്തോ എനിക്ക് 20 വയസ്സെന്ന് പറയുമ്പോ അവൾക്ക് എന്തോ ഒരു 15 വയസ്സോ 14 വയസ്സേ ഉള്ളൂ. അപ്പൊ അവള് വേഗം എന്നെ വിളിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവളിങ്ങനെ മേത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. പൈപ്പ് ഓൺ ചെയ്ത് ഷവർ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീറിയിട്ട് പറ്റുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പൊ കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് അമ്മയൊക്കെ വരുന്നത്. അവർക്ക് ഞാൻ പറഞ്ഞേ, അമ്മ നിങ്ങളുടെ മൊത്തം പോയി എന്നൊക്കെ പറഞ്ഞ കരച്ചിലൊക്കെ കേൾക്കാം. നോക്കുമ്പോ എന്താണ്, നമ്മുടെ ഇവിടെ വരെ കുഴപ്പമില്ല, താഴത്തേക്ക് ചുമന്ന്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആ ഡ്രസ്സൊക്കെ വലിച്ചുള്ളിയായിരുന്നെങ്കിലും വലിയ സ്കിന്നടക്കം പോകുന്നതല്ല. അത്ര ചുമന്ന് പൊത്തിയില്ല, പോളയ്ക്കുമല്ല, അങ്ങനെ ആയില്ല. ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുകയായിരുന്നു. അല്ല കുറെ നേരം ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നോണ്ട് പൊള്ളിയില്ല. പക്ഷെ ദേഹം മൊത്തം ആ ചുമപ്പുണ്ടായിരുന്നു. തൊടുമ്പൊക്കെ നല്ല നീറ്റിലാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നീറ്റിലായിരുന്നു. എനിക്ക് പറയാം, ഭയങ്കരമായിട്ട് നീറ്റിലായിരുന്നു. അതായത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്കിന്നെ എനിക്ക് തോന്നുന്നുണ്ട് അത് പൊള്ളി ഭയങ്കരമായിട്ട് വരാറുണ്ട്. പക്ഷെ കുറെ നേരം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ചുമന്ന അടയാളം മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞ് നോക്കിയിട്ട് പോവാം ഹോസ്പിറ്റലിൽ, ഇപ്പൊ കുഴപ്പമില്ലല്ലോ, നോക്കിയിട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ ആ ചുമന്ന രാശി അങ്ങനെ കുറഞ്ഞു വന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നേക്കാൾ ധൈര്യമുണ്ട് എന്റെ അനിയത്തിക്ക്. അന്ന് 14 വയസ്സുള്ള പെൺകൊച്ച് അത്രയും എന്താ പറയാ, അത്രയും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ. കുഞ്ഞി കൊച്ച 9-ോ 8-ലോ പഠിക്കുന്ന പ്രായമാണ് ഞാൻ ഈ പറയുന്ന സമയത്ത്. ഞാനാണെങ്കിൽ അത്രയും കുറച്ചുകൂടി മുതിർന്ന ഒരാളാണ്. ഞാൻ കോളേജിൽ പോകുന്ന സമയമാണ്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഈ പാന്റിന്റെ ഒക്കെ നമ്മള് ടൈ ഒക്കെ ചെയ്യില്ലേ, നമ്മൾ ഒരു ഇതൊക്കെ ടൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, പെയിൻ വരും. നിങ്ങൾ നമ്മുടെ എനിക്കും ഡ്രസ്സിന് ഒട്ടിക്കിടക്കുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ക്ലാസ്സിലൊന്നും പോകാനായിട്ട് പറ്റിയില്ല. ഞാൻ പോയില്ല, ഇങ്ങനെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റിയില്ല. പിന്നെ ഒക്കെ നോർമലി മാറി. എന്താ അമ്മ എനിക്ക് തോന്നുന്നു തേനായിരുന്നു അന്ന് പറ്റിയിരുന്നത്. നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കര ഷോക്കാണ്. നമ്മൾ എന്താ ചെയ്യാ, എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഇതുണ്ടാവില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് ആണോ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അമ്മമാരാണ്, ദൈവത്തിന്റെ ടീച്ചേഴ്സ് ആവേണ്ട കുട്ടികളാണ്. നിങ്ങൾക്ക് എന്താണ് ഈ സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുമ്പോ എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ വേറൊരു ഇൻസിഡന്റിലൂടെ പറയാം. എന്റെ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് എനിക്ക് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ പറയുമ്പോ പോലും എനിക്ക് ആ ഒരു ഫീല് വരുന്നുണ്ട്. അന്ന് ആ നീറ്റിലും ആ ഒരു പൊള്ളലൊക്കെ കൂടി ആയിട്ട് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചും പോയി. ആ വേദന ഉണ്ടായിരുന്നു, കരച്ചിലായിരുന്നു. എന്താ പറയാ, ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞാൻ. എന്നുവെച്ചാൽ നമ്മൾ നോക്കുമ്പോ എന്താണ്, ആ ടൈമിൽ നമ്മളെ സ്കിന്നിന് റെഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി അന്ന് ആ ടൈമിലിട്ടോ. പിന്നെ ലാസ്റ്റ് വിഷുവിന് സമയത്ത് ഞാൻ വീട്ടിൽ നമ്മളെല്ലാവരും പട്ടാസൊക്കെ പൊട്ടിക്കുമല്ലേ, അല്ലെ, കമ്പത്തിരിയും പട്ടാസൊക്കെ. അപ്പൊ എന്റെ വീട്ടിലും പിള്ളേരുണ്ട്, 2 പേരുണ്ട്, 2 കുട്ടികളാണ്. അപ്പൊ കമ്പത്തിരിയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അച്ഛൻ കുറച്ചും കൂടി
ഹെൽത്ത് കോൺഷ്യസ് കുറച്ചുകൂടി കോൺഷ്യസ് ആണ് ഈ പൊള്ളണതിന്റെ കാര്യത്തിലൊക്കെ അച്ഛൻ പേര്. അതുകൊണ്ട് അച്ഛൻ ഈ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊന്നും കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നിട്ടില്ല. അപ്പം അച്ഛൻ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ കൊടുത്തപ്പോ അച്ഛൻ പറഞ്ഞ അങ്ങനെ കൊടുക്കല്, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നേരെ പോയിട്ട് തൊടിയുന്ന വാഴയുണ്ടല്ലോ, വാഴയുടെ ഇല വെട്ടിക്കൊള്ളുന്നത്. വാഴയില എന്തിനാണത്? വാഴ ഇല വെട്ടിയിട്ട് ഇലയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ തണ്ടുണ്ടല്ലോ, തണ്ട് പോലൊരു കഷ്ണം നമ്മൾ ഇലയൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ലെങ്തിയായിട്ടുള്ള തണ്ട്, ആ തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്തിട്ട് അച്ഛൻ പറയാൻ കമ്പത്തിരി കുത്തുക. നമുക്ക് കുത്തിട്ട് ഇനി കൊടുത്തോളാം, ചെറുതാണ്, അവന് 3 വയസ്സുള്ളൂ. അപ്പൊ അവന് അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛന് കളിയാക്കാണ്, അച്ഛൻ എന്താണ് പണ്ടത്തെ പോലെയൊക്കെ ചിന്തിക്കല്, ഇന്നിങ്ങനെ കളിയാത്ത പിള്ളേർക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ അച്ഛനെ ഞാനിങ്ങനെ പറഞ്ഞു. എന്നാലും അച്ഛൻ പറഞ്ഞു, നീ കമ്പത്തിരി കത്തിക്കുകയാണ്, കൊച്ചുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ, ഇങ്ങനെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇവിടുത്തെ കത്തിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒന്നിനും സമ്മതിക്കാതെ വന്നു. അപ്പൊ ഞാൻ സമ്മതിച്ചേ പറ്റും. അച്ഛൻ പറഞ്ഞാൽ പിന്നെ അപ്പിയില്ല. അപ്പൊ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇതുമയാണ് കമ്പത്തിരി കത്തിച്ചേട്ടാ, കമ്പത്തിരി പിള്ളേർക്ക് കത്തിക്കാൻ കൊടുത്തത്. അപ്പൊ നമ്മള് അങ്ങനെ ജസ്റ്റ് അച്ഛനെ എന്താ പറയാ, അച്ഛനെ ഇതാണ് എന്നൊക്കെ വിചാരിച്ചു. അച്ഛന് പഴയ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ അച്ഛനെ കളിയാക്കിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ വിഷുവിന്റെ ആ ദിവസങ്ങളിലെ വീട്ടിലാണ് നിൽക്കാം, എന്റെ സ്വന്തം വീട്ടിലേക്ക് പോകല. അപ്പൊ അവിടെ നിന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ ഫോണിൽ മെസ്സേജ് വന്നിരിക്കുക. മെസ്സേജ് വന്നിരിക്കുന്നത് ടീച്ചർ, ഞാൻ നമ്മുടെ ഓഫീസിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ കുറച്ച് ദിവസത്തേക്ക് ലീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത്. ഫീസ് ഒന്നും നടന്നോളൂ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ചോദിച്ചു, ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോ കാരണം ആളുടെ മോനുണ്ടല്ലോ, ഈ ടീച്ചറിന്റെ മോൻ തലേന്ന് വിഷുവിന്റെ അന്ന് തലേന്ന് നമ്മുടെ സംക്രാന്തി എന്നൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്. തലേന്ന് വിഷുവിന്റെ തലേന്ന് ഇങ്ങനെ കമ്പത്തിരി കത്തിച്ച സമയത്ത് എന്ത് ചെയ്തു, പൊള്ളലേറ്റിട്ട് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ അന്വേഷിച്ചു എന്താ സംഭവം ചോദിച്ചു. ടീച്ചർ പറഞ്ഞു പൊള്ളലേറ്റതാണ്. അപ്പൊ ബോഡിയില് 20% പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ടോർച്ച് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കത്തിക്കാൻ നമ്മളിങ്ങനെ കമ്പത്തിരി പോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് കിട്ടും. നിങ്ങൾ അവിടെയൊക്കെ ഉണ്ട് ടോർച്ച്, നീളത്തിൽ ഇങ്ങനെ കത്തുന്നേ, ഒരു മട്ടിപ്പോലേക്ക് പിങ്ക് കളർ. ഈ സംഭവം ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കമ്പത്തിരിയൊക്കെ കത്തിക്കായിരുന്നു. അപ്പൊ അച്ഛനും എല്ലാവരും വലിയ പടക്കവും അതൊക്കെ കത്തിക്കുന്ന ഒരു ശ്രദ്ധയിൽ ഈ കുട്ടി എന്ത് ചെയ്തു, അവന് എന്തൊരു UKG LKG പഠിക്കുന്ന സമയത്താണ്, LKG-ലായിരുന്നു. അപ്പൊ ഈ വർഷമാണ് UKG-ലേക്ക് ആയിരിക്കുന്നത്. അപ്പൊ ഈ കമ്പത്തിരി എടുത്തിട്ട് എന്ത് ചെയ്തു, കമ്പത്തിരിയല്ല ടോർച്ച് എടുത്ത് കത്തിച്ച് കഴിഞ്ഞിട്ട് കത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ നേരെ കത്തിയിട്ട് അതവിടെ തീരും. പക്ഷെ ഈ ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് എന്താന്ന് അറിഞ്ഞൂടാ, ഇത് നേരെ കല്ലിലേക്ക് എന്ത് ചെയ്തു, കത്തി ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ ചെറിയ കുട്ടിയാണല്ലോ, ആൺകുട്ടിയാണ്, അവൻ എന്ത് ചെയ്തു, ഇങ്ങനെ വിട്ട് കഴിഞ്ഞപ്പോ അവന്റെ ഡ്രസ്സിലേക്കാണ് അതെന്ത് ചെയ്തത്, തീ പടർന്നത്. അപ്പൊ പെട്ടെന്ന് അത് കണ്ടപ്പോ അങ്ങനെ ചെയ്തപ്പോ ഫുള്ളായിട്ട് അവിടെ ആ ഒരു വയറിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പൊള്ളലേറ്റു. എന്നിട്ട് ഇവര് എന്ത് ചെയ്തു, അപ്പൊ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ടീച്ചർക്ക് കുറച്ചും കൂടി ടീച്ചർ ആയതുകൊണ്ട് കുറച്ചും കൂടി എന്ത് ചെയ്തു, പെട്ടെന്ന് ഡ്രസ്സൊന്നും റിമൂവ് ഒന്നും ചെയ്തില്ല. ടീച്ചർ എന്ത് ചെയ്തു, ബാക്കി ആർക്കും ധൈര്യമില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് ഞാൻ നിൽക്കാണ്. അതേപോലെ ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ കരച്ചിലായി, അച്ഛനും ഭയങ്കര കരച്ചിലും ടെൻഷനൊക്കെ ആയി. അപ്പൊ ടീച്ചർ തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തത്. കാരണം വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് അവര് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ദിവസം ആരും എടുക്കുന്നില്ല, കാരണം ഡോക്ടർ പോലും മിക്ക ഹോസ്പിറ്റലിലും ഇല്ലായിരുന്നു എന്നാ പറയുന്നത്. ഞങ്ങളുടെ അവിടെ പറവൂരൊന്നും മിക്കയിടത്തും ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് എടുക്കുന്നില്ല, ട്രീറ്റ്മെന്റ് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയിക്കോളാനാണ് ഓരോ ഹോസ്പിറ്റൽ ചെല്ലുമ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ടീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും റിജക്ഷൻ കിട്ടാം. എന്നിട്ട് നമ്മുടെ രാജഗിരി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എറണാകുളത്ത്, അവിടെ കൊണ്ടുപോയി അവിടെയാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആദ്യം പറഞ്ഞു ഇങ്ങനെ മേ ബി എന്താണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും, അത് അത്രയും ബേൺ ആണ്, സ്കിന്നിന്റെ ഉള്ളിലേക്ക് ബേൺ പോയിട്ടുണ്ട്, 20% ഓഫ് ബേൺ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ ആ കുട്ടി ട്രീറ്റ്മെന്റിനോട് പ്രതികരിച്ച് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് പോയില്ല, എന്നാലും അതിന് മുന്നത്തെ സ്റ്റേജിലേക്ക് പോകേണ്ടി വന്നു. ഇത്രയും റിസ്ക് ആണ് നമ്മൾ ഈ ഒരു ബേൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, എന്റെ അച്ഛൻ അങ്ങനെ മോന് കമ്പത്തിൽ കൊടുത്ത സമയത്ത് അങ്ങനെ ചെയ്തത് എത്ര നന്നായി. കാരണം എന്താണ്, നേരത്തെ അത് നമ്മുടെ വീട്ടിൽ വരുന്ന ആക്സിഡന്റ് ആയിരുന്നു, അങ്ങനെ ഞാൻ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് മാറിപ്പോയത് അച്ഛനത് കറക്റ്റ് ആയിട്ട് ഇടപെടുന്നതുകൊണ്ടും മുതിർന്നവർ പറയണം കുറച്ച് കേൾക്കണം ഞാൻ അന്ന് മനസ്സിലാക്കി. നമ്മളെക്കാൾ കൂടുതൽ കുറച്ചുകൂടി കോൺഷ്യസ് ആണ് എന്നും എനിക്കന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് ബേണിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം എല്ലാവരും. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ
ഞാൻ പറയില്ല കിച്ചൺ ഞാനായിട്ട് എന്തോ ശത്രുക്കൾ പോലെയാണ്. ഞാൻ കിച്ചണിൽ കയറി കുക്ക് ചെയ്താൽ എന്തായാലും എനിക്ക് കൊള്ളും. അതുകൊണ്ട് ഞാൻ മാക്സിമം കിച്ചണിന്റെ ഭാഗത്തേക്ക് പോവാറില്ല, കുക്കിങ്ങിലോട്ട് പോവാറില്ല. അപ്പൊ അതെന്താണ് അങ്ങനെ പോവാറില്ല. കുക്കിംഗ് അത്ര ചെയ്യേണ്ടത് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അപ്പൊ അങ്ങനെ ചെല്ലാണെങ്കിൽ ഉറപ്പായിട്ടും ബേൺസ് ഉണ്ടാവും. സാധാരണയൊക്കെ കയ്യിൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ നീളത്തില് എടുക്കുവാൻ കഴിയുമ്പോഴേക്കും അടുത്തത് എന്തായാലും കയ്യിൽ വന്നിട്ടുണ്ടാവും. ബേണായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കണം. അങ്ങനെ പറ്റുമ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാല് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ് ആണ് എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. ഞാൻ ഫ്രിഡ്ജിന്റെ മുകളിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ചിരിക്കുന്നത്. അവിടെ ആന്റിസെപ്റ്റിക് ഓയിൽമെന്റും അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസ് എല്ലാം അതിൽ തന്നെയുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അറിയാം. ഇങ്ങനെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യം വരും. ബാൻഡേജ്, അതേപോലെ കുറച്ച് കോട്ടൺ, കുറച്ച് ആന്റിസെപ്റ്റിക് ഓയിൽമെന്റ്, പിന്നെ പാരസിറ്റമോള്, പെയിൻ കില്ലർ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടി ഒരുമിച്ച് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ബേൺസ് ഒക്കെ സംഭവിക്കുമ്പോൾ മോളോട് പറഞ്ഞ പോലെ അവർക്ക് പോയി അത് എടുത്തോണ്ട് വരാനായിട്ട് പറ്റണം. അതുകൊണ്ട് ഞാൻ എന്ത് ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് എപ്പോഴായാലും റീച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിൽ വെക്കണം. അത് നമ്മള് അലമാരൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും ആകുന്ന ഒരു പ്ലേസിൽ എന്ത് ചെയ്യാൻ നോക്കാം, ഈ മെറ്റീരിയൽസ് വെക്കാനായിട്ട് നോക്കാം. ഓക്കെ മാം, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ. പറഞ്ഞോടാ. ഞാൻ അബുദാബിയിലാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആളുടെ കൈ ഒന്ന് പൊള്ളിയായിരുന്നു. എന്നുവെച്ചാൽ ചുടുവെള്ളം വീണതാ. കൈയുടെ മുട്ടിന് താഴോട്ട് ഫുള്ളായിട്ട് വീണ്. അവിടെ തന്നെ അവർ പച്ചവെള്ളത്തിൽ ഐസ് വാട്ടറൊക്കെ യൂസ് ചെയ്ത് ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി നന്നായി പൊള്ളിയിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് ലെയർ, സ്കിന്നിന്റെ ഫസ്റ്റ് ലെയർ കുറച്ച് ഇതായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവർ ഫുള്ളായി ബാൻഡേജ് ഇട്ടു. താഴേക്ക് ഒരു 2 weeks റെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നന്നായി പുള്ളി എന്തോ അങ്ങനെ ഭയങ്കരമായിട്ട് വിചാരിച്ചാ. ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 2-3 days അത് അങ്ങനെ അത് റിമൂവ് ചെയ്യുക, പുതിയതായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്തിട്ട് മരുന്ന് എന്തെങ്കിലുമൊക്കെ തരും, എന്തെങ്കിലുമൊക്കെ ഓയിൽമെന്റ് ഉണ്ടാവും, എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആകെ നമ്മൾ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ ഇല്ലേ, അത് യൂസ് ചെയ്താൽ മതി. മോർണിംഗും ഈവനിങ്ങും ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ പൊതുവെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ മോയ്സ്ചറൈസർ ഒന്നും യൂസ് ചെയ്തിട്ടൊന്നും ഇത്രയും പൊള്ളലേറ്റ ഭാഗത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യില്ലല്ലോ. പക്ഷെ അത് യൂസ് ചെയ്ത് അങ്ങനെ ഒരു 2 weeks അത് അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് ഒരുപാട് പൊള്ളലിന്റെ പാടോ ഒന്നും ഇല്ലാതെ അത് കറക്റ്റ് ആയിട്ട് മാറി. അതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന നിവ്യയുടെ മറ്റും മോയ്സ്ചറൈസറാണ്. അത് മാത്രമേ യൂസ് ചെയ്തത്. അത് മാത്രം യൂസ് ചെയ്തിട്ട് അത് മാറി. എനിക്കറിയില്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ശരിക്കും അത് ആരും അത് അത്ര യൂസ് ചെയ്യില്ല. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് അത് മാറിയായിരുന്നു. പിന്നീട് ഇതുപോലെ ചൂടെന്തോ തട്ടിയ സമയത്ത് ആൾ അത് മാത്രം യൂസ് ചെയ്ത്. പക്ഷെ എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലത്തെ മെറ്റീരിയൽ ആയിരിക്കും, മോയ്സ്ചറൈസർ ആയിരിക്കില്ലല്ലോ അവിടുത്തെ, അങ്ങനെയായിരിക്കും. പക്ഷെ ഞാൻ പറയാറില്ലല്ലോ ഡോക്ടേഴ്സ്, നാട്ടില് പറയാറില്ല, ഞാൻ കേട്ടിട്ടില്ല. അധികം ഞാനും എവിടെയും കേട്ടില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്ത് ഇനി കൂടുതൽ ഇൻഫെക്ഷൻ ആയാലെന്നെല്ലാം വിചാരിച്ച് നല്ല പേടിയായിരുന്നു. പക്ഷെ അത് മാത്രം യൂസ് ചെയ്തുള്ളൂ. വേറെ ടാബ്ലറ്റ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പെയിനുള്ളത് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയായിരുന്നു. പക്ഷെ ഞാൻ അത് ആരോട് യൂസ് ചെയ്യാനൊന്നും പറയില്ല കേട്ടോ. എനിക്കും പേടിയാ, ഇന്നും യൂസ് ചെയ്യാൻ എനിക്ക് പേടിയാ. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡൻസ് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. മാം, സിൽവർ എക്സ് അതല്ലേ ശരിക്കുള്ള ഓയിൻമെന്റ് ബേൺസിന്? സിൽവർ എക്സ് എന്ന് പറയുന്നത് ഓയിൻമെന്റ് ഉണ്ടല്ലോ. ഞാൻ മനസ്സിലാക്കാൻ ഞങ്ങളുടെ കയ്യിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ മേ ബി നമ്മൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയലും കൂടി ഒരു നമ്മള് ബേൺസിനുള്ള ഒരു ഓയിൽമെന്റും കൂടി വാങ്ങിച്ചതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, പാർട്സ് ഞാൻ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വർക്ക് ചെയ്ത ടീച്ചറിന്റെ പോലെ പൊള്ളലേറ്റൊന്നും അത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, കുറച്ച് സീരിയസ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് കുട്ടി കുറെ നാളത്തേക്ക്, പിന്നെ വെക്കേഷൻ ആയിരുന്നു, മെയ്യൊക്കെ ഫുള്ള് ആ കുട്ടി ഫുള്ളായിട്ട് എന്ത് ചെയ്യായിരുന്നു, സിസ്റ്റർ ഭയങ്കരമായിട്ട് ലീവ് എടുത്ത് കുട്ടിയെ നോക്കാനും, കാരണം അത്രയും കെയർഫുൾ ആയിട്ട് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് നോക്കാൻ. ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ റിസ്ക്കാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്താ നോക്കിയത്. ഇപ്പൊ ആള് ഓക്കെയാണ്, അവൻ മിടുക്കനാണ്, മിടുക്കനായിട്ട് തന്നെ നടത്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ഇപ്പൊ.
ഈ കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാല് കുറെ ക്ലാസ് ആദ്യമൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. ഈ ബേൺസ് നമ്മള് പുറത്തുനിന്ന് എന്താ പറയാ ഉണങ്ങി നമ്മളതിനെ ഉണങ്ങിയത് പോലെ ഉണ്ടെങ്കിലും മുറിവ് മാറിയത് പോലെ ഉണ്ടെങ്കിലും അവിടെ ഫുള്ളായിട്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നോക്കാം ആ ഒരു പോർഷൻ റീഡ് ചെയ്യോ ആരെങ്കിലും? ഞാൻ റീഡ് ചെയ്യട്ടെ മാം. ഓക്കെ, റീഡ് ചെയ്തോളാം. Burns and scalds. A person may get burns by fire, a piece of metal, or by current. Sometimes the burns are caused by boiled water, milk, etc. Then it is called scalds. The burned place should be saturated by clean water. If the patient has collapsed, try to bring him to his senses. Antiseptic ointments for burns should be applied. Coconut oil and clean water are also helpful in site burnings. If the burn is serious, medical care is to be given. The first aider should be careful in detecting the nature of temporary treatment. എത്ര മതിയോ? അത്രയും മതി. പോയിന്റ്സ് വരെ വരുന്നുള്ളൂ. നമ്മുടെ ബേൺസിനെ കുറിച്ച് സ്കെയിൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മള് എന്താ പറയാ, ചെറിയ നമ്മളിപ്പോ ബേൺസ് എന്ന് പറയുമ്പോൾ ഫയറിങ്ങോ അല്ലെങ്കിൽ മെറ്റീരിയലോ കറണ്ട് വഴി അടിയിലേക്ക് നമുക്ക് ചെറിയ പൊള്ളലേക്കാറുണ്ട്. അത് ഓക്കെയാണ്. നമ്മളത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വാട്ടറിൽ ബേൺഡ് ആയിട്ടുള്ള പ്ലേസ് വെക്കുന്നതിലൂടെയും അതേപോലെ ആ ഒരു സമയത്ത് നമ്മൾ ആൻറ്റിസെപ്റ്റിക് ഓയിൽമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്, പിന്നെ കോക്കനട്ട് ഓയില്, പിന്നെ അലവേറ ജെല്, ഹണി ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് യൂസ് ചെയ്യുന്നതോടെ ചെറിയ ബേൺസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു പരിധി വരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ബട്ട് ബേൺസ് എപ്പോഴാണ് സംടൈംസ് ബേൺസ് നമ്മൾ സ്കെയിൽസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ, മിൽക്ക്, ഓയിലൊക്കെ നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ നമ്മൾ പൊള്ളലിന്റെ ആ ഒരു തോത് കൂട്ടാനായിട്ട് കാരണമാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, നമ്മൾ ഹോം റെമഡീസ് വെച്ച് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തത് കാരണം ഇപ്പോഴാണ് ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്നത് കൂട്ടുന്നതെന്നൊക്കെ പറയാൻ പറ്റും. സോ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ നമ്മള് ഓരോരുത്തരും ടീച്ചേഴ്സ് ഒക്കെ അവരുടെ കുട്ടികളാണ്, മോണ്ടിസോറി ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത കുട്ടികളാണ്. നമ്മുടെ മുമ്പിൽ ഏത് ടൈപ്പ് ഓഫ് കേസസ് ആണ്, ഇൻസിഡൻസ് ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എന്താ പറയാ, ഏത് ടൈപ്പ് ഓഫ് ആക്സിഡൻസ് ആണ് സംഭവിക്കുന്നത് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മളെല്ലാവരും ഓരോ ടീച്ചേഴ്സും ടെമ്പററി ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് വ്യക്തമായി അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇതിന്റെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടെമ്പററി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ വേണം. ദെൻ നമുക്ക് നല്ലൊരു ക്വാളിറ്റി, എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ക്വാളിറ്റിയാണ്, ധൈര്യം വേണം അല്ലെ, ടെമ്പററി ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു ധൈര്യം വേണം, കറക്റ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കണം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനേക്കാളും കൂടുതൽ കറക്റ്റ് ആയിട്ട് ടെമ്പററി ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അന്ന് എനിക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ അവിടെ കറക്റ്റ് ആയിട്ട് അത്രയും കുഞ്ഞിക്കുട്ടി അത്രയും കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പറയുമ്പോ എന്താണ്, ആ ഒരു ധൈര്യം നമ്മൾ സമ്മതിക്കണം. ഞാൻ സമ്മതിച്ച് കൊടുക്കണം. കാരണം ഇപ്പോൾ ഞങ്ങള് ഭയങ്കര ആ സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരു ഭയങ്കര അങ്കിൾ ഇവരൊക്കെ ഭയങ്കര അടിയും പിടിയൊക്കെ ഉള്ളതാണ്. പക്ഷെ അവള് വേണ്ടി വന്നു അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ. അല്ലായിരുന്നെങ്കിൽ മേ ബി നമ്മുടെ സ്കിൻ മൊത്തം ചിലപ്പോ പൊള്ളിൽ പോയാലേ നമുക്കൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ എന്ത് ഫസ്റ്റേഡാണ് ഞാനൊന്നും ആലോചിച്ചില്ല വെള്ളം ഒഴിക്കാന്നുള്ളത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീട്ടിലൊക്കെ ഒരു പരിധി വരെ എന്റെ ആ ഒരു വേദനയൊക്കെ നമുക്ക് കുറച്ച് പരിധി വരെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു നല്ല ഫസ്റ്റ് എയ്ഡിന് വേണ്ട ക്വാളിറ്റീസ് ആണ് കമ്പാൻഷൻ വേണം, ജെന്റിൽനെസ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് സാധിക്കണം. പിന്നെ പവർ ഓഫ് കൺക്ലൂഷൻ, റിസോഴ്സ്ഫുൾനെസ്, റിസോഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണ വേണം. ദെൻ ഓർഡർനെസ്, വെച്ചാൽ സപ്പോസ് ഒരാൾ വെള്ളത്തിൽ വീഴുന്നു നമ്മൾ കാണുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ചുറ്റുമുള്ള സ്ഥലങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് മെറ്റീരിയൽസ് ആണ് ആ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ എന്റെ അടുത്ത് ഒരു കുറച്ച് കയറ് കിടക്കുന്നുണ്ടെങ്കിൽ ആ കയർ എന്ത് ചെയ്യുക, അയാൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അയാളോട് കരയിലേക്ക് നമ്മൾ വലിച്ച് അടുപ്പിക്കാൻ ശ്രമിക്കാം. ഇനി ഒരാൾ വെള്ളത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടല്ല വേണ്ടത്. അടുത്ത ആരെങ്കിലോട് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം, ഇൻഫോം ചെയ്യാം, ഞാനിങ്ങനെ ഒരാൾ വെള്ളത്തിൽ പോകുന്നത് കണ്ടു, അയാളെ രക്ഷപ്പെടുത്താൻ പോവാണ്, എന്നെ കണ്ടില്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ട് വരണം എന്ന് അവരോട് ഇൻഫോം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയുള്ള എന്താ പറയാ
എന്താ പറയാ റെസ്ക്യൂ മിഷനിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പിന്നെ ഇതെല്ലാം he should be very efficient and quick to render the help to victim. ആ victim അതായത് പേഴ്സൺ ക്വിക്ക് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും ഹെൽപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ സന്നദ്ധരായിരിക്കണം. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽപ്പ് കറക്റ്റ് ടൈമിൽ കിട്ടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞതാണ് നിങ്ങളോട്. ആക്സിഡന്റ് പറ്റിയ ഫസ്റ്റ് 2 hours എന്ന് പറയുന്നത് ആ ലൈഫിന്റെ തന്നെ ഒരു ഗോൾഡൻ അവേഴ്സ് ആണ്. ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവേഴ്സ് ആണ് ഇത്, ഗോൾഡൻ അവേഴ്സ്. അപ്പൊ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കിട്ടുകയാണെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് നമ്മളെ ഫിസിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടും നമ്മളുടെ ബോഡിക്ക് എന്തെങ്കിലും ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഉള്ള ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്തൊക്കെ പറഞ്ഞത് നമ്മള് ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ബ്ലീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, സ്നേക്ക് ബൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ ഡ്രോയിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ബേൺസിനെ കുറിച്ച് പറഞ്ഞു. ഇനി മറ്റൊരു നമ്മളെ ബോഡി പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് മൈൻഡ് അല്ലെ, നമ്മുടെ മനസ്സ് അല്ലെ. നമ്മുടെ മനസ്സ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. അപ്പൊ മനസ്സിനും ഇടയ്ക്ക് മുറിവുകൾ സംഭവിക്കാറുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ മനസ്സിനും ഇടയ്ക്ക് മുറിവുകളൊക്കെ സംഭവിക്കും. സോ നമുക്ക് നമ്മുടെ മനസ്സിനും ഒരു ഫസ്റ്റ് എയ്ഡ് വേണ്ടേ അല്ലേ. അതിനെയാണ് നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFA എന്ന് പറയും. ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുന്നതാണ് PFA. സോ അത് നമ്മുടെ യൂണിറ്റ് 6 ജിഷാമിസ് PFA-നെ കുറിച്ച് പറഞ്ഞുതരും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ട് പറഞ്ഞുതരും. നമ്മുടെ മനസ്സുകൾക്ക് സംഭവിക്കുന്ന മുറിവുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുറിവുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ജിഷാമിസ് പറഞ്ഞു. സോ ഈ ചാപ്റ്റർ ഒന്ന് നന്നായിട്ട് ഒന്ന് റീഡ് ചെയ്ത് ഓവറോൾ ഒന്ന് റീഡ് ചെയ്തേ. മാം പറഞ്ഞോളാം. ഡ്രോണിങ് കണ്ടപ്പോ ഓർമ്മ വന്നതാ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളാം. ഈ മിഞ്ഞാന്നത്തെ മഴയത്ത് ഇവിടെ അടുത്തുള്ള ഒരു പുഴയില് ഒരു കുട്ടി വീണ് ഒഴുകിപ്പോയി. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഫയർഫോഴ്സ് തെരഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞാലും നമ്മള് കുട്ടികളോട് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ അനുസരിക്കുന്നില്ല അല്ലെ. പക്ഷെ മാം ഇത് മലയാളിയല്ല, ഒരു ഹിന്ദിക്കാരനാണ്. ചെറിയ കുട്ടിയാ, ഒരു 16 വയസ്സേ ഉള്ളൂ. ഒരു ജോലിക്ക് വന്നതാന്നാ പറയുന്നത്. എങ്ങനെ വീണത്? അവര് അന്ന് സൺഡേ ലീവായിരുന്നു. അപ്പോ അവര് പുഴയില് കുളിക്കാൻ പോയതാന്നാ പറയുന്നത്. അവര് 5 പേരെങ്ങാനുണ്ടായിരുന്നു. അപ്പോ ഒരാള് ഒഴുകിപ്പോയി. ഭയങ്കര വെള്ളമായിരുന്നു, മഴയായതുകൊണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് രക്ഷപ്പെടുത്താനും പറ്റിയില്ല. ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇപ്പൊ 3 ദിവസമായി അവിടെ ഫയർഫോഴ്സ് തെരഞ്ഞോണ്ടിരിക്കുക. ശ്രദ്ധിക്കണം. കാരണം നമ്മള് പെട്ടെന്ന് ഞാൻ എന്റെ നാട്ടില് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായി. അത് കുട്ടികളാ. നമ്മള് ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ വേണമെങ്കിലും ആക്സിഡന്റ് സംഭവിക്കും, നോർമലാണ്. ഈ മഴയുള്ള സമയത്തൊന്നും നമ്മൾ പുഴയിലോ കുളത്തിലോ ഒന്നും കുടിക്കാൻ പോകുന്നത് പരമാവധി ഒഴിവാക്കുക. അത് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം. ഈ പുഴയില് പെട്ടെന്ന് വെള്ളം കൂടും. ഒരു 3 മലയിൽ നിന്നും ഒഴുകി വരുന്ന ഒരു തോടുകൾ ഒന്നായി ചേരുന്ന ഒരു സ്ഥലമാണ് അവിടെ. അവിടെ നിന്നും 3 സ്ഥലത്തു നിന്നും കൂടെ വെള്ളം, 3 മലയിലും മഴ പെയ്യുമ്പോ ആ പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടും. നമ്മൾ നിൽക്കുന്ന സമയത്തുള്ള വെള്ളമായിരിക്കില്ല ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോ. അങ്ങനെ അവർക്കത് അറിയില്ലല്ലോ. അതാണ് സംഭവിച്ചത്. എവിടെ നാടത്ത് സ്ഥലം? എന്റെ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിലെ ഏകദേശം വയനാടിന്റെ ബോർഡറിലായിട്ട് വരും. നമ്മൾ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഈ വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയം റിസ്ക് ആണെന്നുള്ളത് നമ്മൾ പറയാം. എത്ര നീന്തൽ അറിയാവുന്ന ആളാണെങ്കിലും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ റിസ്ക് നമുക്കത്
ഒട്ടും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കയറാനായിട്ട് പറ്റില്ല. നിങ്ങൾ ആക്ഷൻ ഹീറോ ബിജുവിനെ കുറിച്ച്, സിനിമയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്താ മാം? ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. ആ ഒരു ഫിലിമിലേക്ക് ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. ഒരു അമ്മയും 2 കുട്ടികളും കൂടി എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഈ അമ്മയും കുട്ടികളും കൂടി എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. സോ ഇളയ കുട്ടീനെ കരക്കെടുത്തു, അമ്മനെ രക്ഷപ്പെടുത്തി. അപ്പൊ കുഞ്ഞിക്കുട്ടി ഉണ്ടായിരുന്നു. കുഞ്ഞിക്കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട്, അത് നേവി ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് അദ്ദേഹത്തിന്റെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ചാടാണ് ചെയ്തത്. പക്ഷെ അത് ഒരു ശരിക്കും പറഞ്ഞാൽ റിയൽ ഇൻസിഡന്റ് ആയിരുന്നു. പാലത്തിന്റെ അവിടെ നടന്നൊരു റിയൽ ഇൻസിഡന്റ് ആ ഒരു ഫിലിമില് നോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെയും ആ ഒരു ഉദ്യോഗസ്ഥന്റെ ബോഡി കിട്ടിയിട്ടില്ല. ഒരുപാട് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന നേവിയാണ്. നേവിന്നുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ വന്ന് അവിടെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ആളുടെ ബോഡി റിക്കവർ ചെയ്യാൻ സാധിച്ചു. എന്നൊക്കെ ആലോചിച്ചൊക്കെ നേവിയില് നമുക്ക് എന്താണ് ആ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ട്രെയിനിങ്ങിലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. എന്നിട്ടും ആ ഒരു വ്യക്തിക്ക് പോലും ആ ഒരു വെള്ളത്തിനെയോ അല്ലെങ്കിൽ അത് ഒന്ന് ഫേസ് ചെയ്ത് എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് പുറത്തേക്ക് വരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, ആ ഒഴുക്കിൽ പെട്ടെങ്കിൽ അത് ഇത്ര റിസ്ക് ആണ്. നമ്മള് മുകളിൽ നോക്കുമ്പോൾ ചിലപ്പോ ചെറിയ ഒഴുക്ക് പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ അടിയൊഴുക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. ആ ഒരു രീതിയിലൊക്കെ അങ്ങനെയാ. അപ്പൊ അത് ഇന്നും ആ ഒരു വ്യക്തിയുടെ ബോഡി കിട്ടിയിട്ടില്ല. മാം ഇത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ മാം? കുറെ നാൾക്ക് മുമ്പ് ആ ഫിലിമിലും കാണിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളത് റിസ്ക് ആണ്. നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ്. നമ്മള് നെഗറ്റീവ് അടിക്കാന്നൊക്കെ പറയും നമ്മുടെ പാരന്റ്സിനോട്. പിള്ളേരുടെ അന്ന് ഇത് നെഗറ്റീവാണ്, എന്ത് പറഞ്ഞാലും ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നമ്മുടെ നാച്ചുറൽ പ്രിപ്പറേഷന്റെ ഒക്കെ ഭാഗമുണ്ട്. നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്സിഡന്റ് സംഭവിക്കാം. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ വിടാത്തത്. ഓക്കെ. പിന്നെ ഒരു കാര്യം, ഇപ്പം വെള്ളത്തിൽ പോകുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പോകുന്ന ആള് ചിലപ്പോൾ മുങ്ങി വലിക്കാറുണ്ട്. ചില ഇൻസിഡൻസ് ഒക്കെ വായിക്കുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെടുത്താൻ പോയതാ, പക്ഷെ എന്താണ് ആളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു, പക്ഷെ രക്ഷപ്പെടുത്താൻ പോയ ആള് വെള്ളത്തിലൊഴുക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാല് നമ്മളൊരാളെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് അയാള് നമ്മളെ വലിച്ചു താഴത്തേക്ക് വലിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴും ഇതേപോലുള്ള ഇൻസിഡൻസ് വരും. ശരിക്കും പറഞ്ഞാൽ അതും ഇങ്ങനെ റിയലി സംഭവിക്കുന്നതാണ്. കാരണം ഈ പോകുന്ന ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്തുമ്പോൾ അയാൾക്ക് എന്താണ് ഒരു കിട്ടുന്ന ഒരു കൈ അല്ലെങ്കിൽ എന്താണ് എന്താ കിട്ടുന്ന എന്താ ഒരു സപ്പോർട്ട് കിട്ടുന്ന അതിനെ വലിച്ച് താഴത്തേക്ക് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് ഉയർന്നു വരാനായിട്ട് ശ്രമിക്കും. ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുറച്ച് നാച്ചുറൽ പ്രിപ്പറേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള സെമിനാറും കൂടി പ്രസന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ. ആരെങ്കിലും സെമിനാർ എടുക്കാൻ പ്രിപ്പയർഡ് ആണോ? ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആണെങ്കിൽ 1-2 പേർക്ക് ഇന്ന് സെമിനാർ എടുക്കാൻ പറ്റും. ഇല്ല, ആരില്ല. കുഴപ്പമില്ല. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെമിനാറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമുക്ക് ഇനി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടോ? ഇല്ല മാം, ഇല്ല. ഇല്ല മാം. കേട്ടോ, നമ്മള് ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് തരുന്നത് ഒരു മെറ്റീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെറ്റീരിയലിന്റെ പേര് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ആണ്.
സാൻഡ് പേപ്പർ, ആൽഫബറ്റ് കാർഡ്. ഒന്നുകൂടി പറയാം മാം. ഒന്ന് വിളിക്കാം. പേപ്പർ, ആൽഫബറ്റ്സ്. ഒന്ന് ഷെയർ ചെയ്യാടാ. ഞാൻ ഷെയർ ചെയ്യാൻ കണ്ടിട്ട്. മാം ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, സാൻഡ് പേപ്പർ, ആൽഫബറ്റ്. സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ്. സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് കളറിൽ നമ്മള് കണ്ടിട്ടുണ്ടാവില്ല സാൻഡ് പേപ്പർ. ആ സാൻഡ് പേപ്പറിൽ ആൽഫബറ്റ്സ് ABCD ഒക്കെ എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചാർട്ടിലോ അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിലോ എന്ത് ചെയ്യണം, അത് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോ നിങ്ങൾ കാണുന്നത് സ്മോൾ ലെറ്റർ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് കാർഡാണ് കാണുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ആണ്. എന്നുവെച്ചാല് ഒരു കാർഡ്, ഒരു നമ്മൾ ഫ്ലാഷ് കാർഡ് ഒക്കെ വാങ്ങിക്കാൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഫ്ലാഷ് കാർഡ്, ആ ഫ്ലാഷ് കാർഡ് പോലൊരു കാർഡ് കട്ട് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഭംഗിയിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് അതിന് മുകളിൽ സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്ത് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ആൽഫബറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത ആൽഫബറ്റ്സ് എന്ത് ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. എന്ന് പറയുന്ന അക്ഷരം സാൻഡ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ചാർട്ടിൽ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നിങ്ങൾ സാൻഡ് പേപ്പർ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം, ആൽഫബറ്റ്സ് അതിൽ ഡ്രോ ചെയ്യാം. കറക്റ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുട്ടികൾക്ക് ആൽഫബറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ട്രേസ് ചെയ്തിട്ട് ആ കൈ കൊണ്ട് ആയിട്ടുള്ള ആ ഒരു ഇതിൽ ട്രേസ് ചെയ്യിപ്പിച്ച് നമുക്കത് ഐഡന്റിഫൈ ചെയ്ത് പഠിപ്പിക്കാനായിട്ട് സാധിക്കും കുട്ടികളെ. ക്യാപിറ്റലും സ്മോൾ ലെറ്റർ എഴുതണം മാം. ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഉണ്ട്. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ചെയ്തിട്ട് സ്മോൾ ലെറ്റർ ചെയ്താൽ മതി. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എന്തെങ്കിലും ഒട്ടിച്ചിട്ട് ചാർട്ട് പേപ്പറിലേക്ക് ഒട്ടിക്കണം. ചാർട്ട് പേപ്പറിലാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. ചാർട്ട് പേപ്പറിന് കുറച്ച് കനമുള്ള ചാർട്ട് പേപ്പർ ആണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മള് കാർഡുകൾ കിട്ടൂലേ, ചെറിയ കാർഡ്സ്, ഇപ്പൊ നമ്മൾ കുറച്ച് കനമുള്ള കാർഡ് ബോർഡുകൾ കിട്ടുകയാണെങ്കിൽ, ഒത്തിരി കനമുള്ളതല്ല, കുറച്ച് കനമുള്ള കാർഡ് ബോർഡ്, ഇപ്പൊ നമ്മുടെ നോട്ട് ബുക്സിന്റെ ഒക്കെ ഒരു കവർ പേപ്പറിന്റെ അത്രയും കനം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് നമുക്ക് ഇങ്ങനെ ഫ്ലാഷ് കാർഡ് പോലെ ഷെയർ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. ഫ്ലാഷ് കാർഡിൽ ഒട്ടിച്ചിട്ട് ചാർട്ട് പേപ്പറിൽ ഒട്ടിക്കണം. ഫ്ലാഷ് കാർഡിന്റെ അത്രയും വലിപ്പമുള്ള ഒരു സ്ക്വയർ പീസ് പോലെ നമ്മളൊരു കാർഡ് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം കനമുള്ള കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കാം. അതിന് മുകളിൽ ചാർട്ട് ഒട്ടിക്കാം. ചാർട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. അതിന് മുകളിൽ ഈ സാൻഡ് പേപ്പർ പേസ്റ്റ് ചെയ്യാനായി നല്ലതായിരിക്കും. കുറച്ച് കനം ഉണ്ടാവും. നമുക്കൊരു കുറച്ച് നിങ്ങൾക്ക് തോന്നും എനിക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ സാൻഡ് പേപ്പറിന് അത്യാവശ്യം കനമുണ്ട്. അപ്പൊ അതിനെ ഫിക്സ് ചെയ്താൽ ഭംഗിയിലിരിക്കണമെങ്കിൽ അതിന് കുറച്ചൊരു തിക്നെസ് എന്തെങ്കിലും ആയിട്ട് നല്ലതാവുന്നത്. ഓക്കെ, അപ്പോ മോഡൽ കാണിക്കാൻ പറ്റുമോ ഒന്ന്? ഈ മെറ്റീരിയൽ കാണത്തില്ല നിങ്ങള്? കാണാൻ പറ്റുന്നുണ്ടോ സുബ? കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള വാങ്ങാൻ കിട്ടും, കാർഡ്ബോർഡ് പറഞ്ഞാൽ മതി. അത് നമ്മള് ഒന്ന് കട്ട് ചെയ്ത് സ്ക്വയർ ടൈപ്പ് ഇതിലെങ്ങാനും കട്ട് ചെയ്ത് എടുത്താൽ മതി. എന്നിട്ട് അതിന്റെ മുകളിൽ ചാർട്ട് ഒട്ടിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നമ്മൾ കാണുന്നത് ക്യാപിറ്റൽ ലെറ്ററിന്റെ ആണ്. സോ ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ ഉണ്ടോ? ഇനി ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കാണിച്ച സമയത്തെ ഒരു ചെറിയൊരു പ്രത്യേകത ഫീൽ ചെയ്തോ? AEIOU അത് വേറെ കളറാണല്ലേ? കുട്ടികൾക്ക് മനസ്സിലാവും AEIOUവിന്റെ എന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലെ? ബാക്കിയുള്ള അക്ഷരങ്ങൾ പോലെ അല്ല, AEIOUവിന്റെ എന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? ആ ഡിഫറൻസ് ചെറുപ്പത്തിലെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പറഞ്ഞോ,
ഇതിന് ഡൗട്ട്സ് ഉണ്ടോ? ഇതാണ് സാൻഡ് പേപ്പർ. ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്ററും വേണം, സ്മോൾ ലെറ്ററും വേണം. ഓക്കെ. ഇനി സാൻഡ് പേപ്പറിന്റെ തന്നെ ഒരു മെറ്റീരിയൽ, വേറൊരു മെറ്റീരിയൽ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആൽഫബറ്റ്സ് കാർഡാണല്ലോ നോക്കിയത്. ഇനി അടുത്തതാണ് നമ്പർ കാർഡ്. നമ്പർ കാർഡ് എന്ന് പറയുന്നത് 0 to 9 വരെയാണ് കാർഡ് വരുന്നത് കേട്ടോ. 0 to 9 വരെയാണ് സാൻഡ് പേപ്പർ നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, 0 to 9. ഓക്കെ, നമ്പർ കാർഡ് കണ്ടോ? 0 to 9 ആണ്. 0 to ശ്രദ്ധിക്കണം, 1 to 9 അല്ല, 0 to 9 ആണ് നമ്പർ കാർഡ് വരുന്നത്. സോ അതും സാൻഡ് പേപ്പർ ആൽഫബറ്റ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എന്നാലും ജസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇതും പ്രാക്ടീസൻസ് ആണ്. കുട്ടികൾ ട്രേസ് ചെയ്ത് നോക്കും, കാരണം അതിന്റെ ബേസ് കുറച്ച് സ്മൂത്ത് ആയിരിക്കും. ഈ സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് കുറച്ച് തിക്ക് ആയിട്ടുള്ളതാണ്. സാൻഡ് പേപ്പർ ടച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടില്ല എല്ലാവരും? ചെയ്ത് നോക്കിയിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ സാൻഡ് പേപ്പർ നമ്പേഴ്സ് കുറച്ച്, സാൻഡ് പേപ്പർ കുറച്ച് റഫാണ്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു മാഡം, ഈ നമ്പേഴ്സ് എങ്ങനെയാ കട്ട് ചെയ്തെടുക്കുന്നതാ അതോ കിട്ടുന്നതാണോ? മനസ്സിലായില്ല? നമ്പർ ഉണ്ടല്ലോ, നമ്പർ ABCD ആയാലും ലെറ്റേഴ്സ്, അത് നമ്മളിപ്പം കട്ട് ചെയ്തതാണോ അതോ കാർഡായിട്ട് കിട്ടുന്നതാണോ? കടയിൽ കിട്ടുന്നതല്ലടാ, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ സാൻഡ് പേപ്പറിന്റെ ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടോ നമ്മളായിട്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത്. അതൊക്കെ കളർ ചെയ്യണോ മാം? കളർ ചെയ്യണോ? വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ സാൻഡ് പേപ്പർ ബ്ലാക്ക് തന്നെയല്ലേ നല്ലത്? ഓക്കെ, മാം ഇതെല്ലാം വ്യാഴാഴ്ചത്തേക്ക് വേണോ? എന്താണ്? ഇതെല്ലാം വ്യാഴാഴ്ചത്തേക്ക് വേണോ ഈ വർക്കുകളെല്ലാം? നമുക്ക് ടൈം തരാം. സമയം ടൈം എടുക്കും. നമ്മള് സാൻഡ് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് നോക്കി ടൈം ഒത്തിരി എടുക്കും. എത്ര വീക്സ് വേണം എന്ന് നിങ്ങൾക്ക് പറയാം. ഇതെല്ലാം ബ്ലാക്ക് കളേഴ്സിൽ തന്നെയല്ലേ? ചെയ്തോ, ബ്ലാക്ക് ആണ് അവൈലബിൾ എങ്കിൽ സാൻഡ് പേപ്പർ വാങ്ങിക്കാം. ചിലപ്പോൾ ബ്ലാക്ക് കിട്ടും, ചിലപ്പോൾ റെഡ് കിട്ടും, ചിലപ്പോൾ ഗോൾഡൻ കിട്ടും, ചിലപ്പോ ഗ്രേ കിട്ടും. ഗ്രേ അല്ലല്ലോ, ബ്രൗൺ ആയിട്ടുള്ള കളർ കിട്ടും. അത് എവിടെയാ കിട്ടുക മാം? മറ്റേ ഫാൻസി കടയിൽ കിട്ടൂലോ? കിട്ടുമോ? ഫാൻസി കിട്ടും. പെയിന്റ് ഷോപ്പിൽ കിട്ടുന്നുണ്ട്. എന്നത്തേക്ക് ചെയ്യാൻ പറ്റും? ആദ്യം ആൽഫബറ്റ് അല്ലേ ചെയ്യേണ്ടത് മാം, എന്നിട്ടല്ലേ നമ്പർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ആദ്യം ആൽഫബറ്റ്സിന് 2 വീക്സ് വന്നാൽ പോരെ? ഓക്കെ, 7th സബ്മിറ്റ് ചെയ്യണേ. ഓഗസ്റ്റ് 7th സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ദെൻ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്യണേ. ഓണത്തിന് വെക്കേഷൻ, വെക്കേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എവിടെയാ സബ്മിറ്റ് ചെയ്യണ്ടേ? സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ സബ്മിറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളത് ഫുൾ ആയിട്ട് നമ്മുടെ ടേബിളിലോ എവിടെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തിട്ട് എന്നോട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ക്യാമറ ഓൺ ചെയ്യാം, ജസ്റ്റ് അതൊന്ന് കാണിക്കാം. അതേപോലെ നിങ്ങൾ കാണിച്ചു തരണം, കാരണം എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അല്ലാതെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാവരെയും എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്രയും ടൈം നമുക്ക് കിട്ടില്ല. ഒരു ദിവസം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ടൈമിൽ നമുക്ക് ഇമെയിൽസ് ഒക്കെ കാണിച്ചു തന്നാൽ മതി. ക്ലാസ്സിൽ തന്നെ സബ്മിറ്റ് ചെയ്താൽ മതി. ഇത് ലാസ്റ്റ് ശരിക്കും ഇപ്പോൾ ഞാൻ മാർക്കൊന്നും എൻറ്റർ ചെയ്യില്ല. ഇതിന്റെയൊക്കെ മാർക്ക് ലാസ്റ്റ് വൈവയുടെ സമയത്താണ് എൻറ്റർ ആവുന്നത് കേട്ടോ. ഈ മെറ്റീരിയൽസിന്റെ ഒക്കെ മാർക്ക്. ടെൻഷനൊന്നും അടിക്കേണ്ട. ഇപ്പൊ ഒരാൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ടെൻഷനൊന്നും അടിക്കേണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ എപ്പോഴാണോ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ടൈമിൽ കാണിക്കാം. പക്ഷെ നമ്മൾ ഒത്തിരി ലാഗ് ആയി കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ചെയ്യാനുണ്ട്, അതിന്റെ ടൈം നമുക്ക് നഷ്ടപ്പെട്ടു.
സോ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയിപ്പോ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് വരണം, സാൻഡ് പേപ്പർ വാങ്ങിക്കണം, കാർഡ്ബോർഡ് സംഘടിപ്പിക്കണം, ചാർട്ട് പേപ്പർ വേണം. ഇതിപ്പോ റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ്, റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ ചാർട്ട് തന്നെ വാങ്ങിക്കാൻ നോക്കാം. അല്ലെങ്കിൽ AIO ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കളറിൽ ഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. മാം ഈ രീതിയിൽ തന്നെയായിരിക്കണോ AIOU BCD FG അങ്ങനെയൊക്കെ ആ രീതിയിലാണോ നമ്മൾ ഇത് സെറ്റ് ആക്കേണ്ടത്? ആ ഓർഡർ ഇത് ഓർഡർ അല്ല, ഇത് ഒന്നും ഓരോ കാർഡുകളാണ്, അത് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഇത് ഓരോന്നും ഓരോ കാർഡുകളാണ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നല്ല കട്ടിയുള്ള വെഡിങ് കാർഡ് അതിനകത്ത് ചെയ്താലോ? ഈ വെഡിങ് കാർഡിനകത്ത് സാൻഡ് പേപ്പർ ഓക്കെ അങ്ങനെ ചെയ്യാം. ഇതെല്ലാം സെപ്പറേറ്റ് ആണ്, എല്ലാ കാർഡുകളും സെപ്പറേറ്റ് ആണ്. മാം സിംഗിൾ വൺ ആയിട്ടാണ്, സിംഗിൾ വൺ ഓരോന്നായിട്ടാണ് ചെയ്യാനുള്ളത്, അതല്ലാതെ ഒരുമിച്ചല്ലല്ലോ? ഒരുമിച്ചല്ല കേട്ടോ, ഒരു ചാർട്ട് പോലെ അല്ല ചെയ്യേണ്ടത്, ഓരോന്നും സെപ്പറേറ്റ് ആണ്. എന്നാലാണ് നമുക്ക് കുട്ടികൾക്ക് ഓരോ മെറ്റീരിയൽസും സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതെല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മൾ ഇതുപോലെ ബോക്സിൽ ഇങ്ങനെ വെക്കും, നമ്മളെല്ലാം ഒരുമിച്ച്. ക്യാപിറ്റൽ ലെറ്ററിന്റെത് വേറെ കളർ ചെയ്യണോ അതോ സ്മോള് മാത്രം മതിയോ? രണ്ടിലും വേണം, ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും നമ്മൾ എങ്ങനെയാണോ ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ സ്മോൾ ലെറ്റർ, നോക്കി ക്യാപിറ്റൽ ലെറ്റർ അല്ലേ കാണുന്നേ. ജസ്റ്റ് ഒന്ന് അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഐഡന്റിഫിക്കേഷൻ കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ കൊടുക്കുന്നില്ല. ഓരോ കാർഡ്സുകൾ അങ്ങനെയാണോ? കാർഡ്സ് ആണ്, ഫ്ലാഷ് കാർഡ് പോലെയാണ് ചെയ്യേണ്ടത്, ചാർട്ടിൽ ചെയ്യരുതേ. സെപ്പറേറ്റ് ആണ് എല്ലാം കേട്ടോ. ഓരോ ലെറ്റർ സെപ്പറേറ്റ് ആയിട്ട് ആക്കണ്ടേ അല്ലേ? മനസ്സിലായില്ല, ഒന്നും നോക്കി പറയോ? ഇപ്പം അപ്പർ കേസ് A ആണ് നമ്മൾ ആക്കുന്നെങ്കിൽ അത് A സെപ്പറേറ്റ് ഒരെണ്ണം തന്നെ ഒരു കാർഡായിട്ട് തന്നെ കീപ്പ് ചെയ്യണം. വേണം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ പറയുന്നത് ഒരു മൊത്തം വലിയൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതില് അങ്ങനെയല്ല അല്ലെ? ചില ഒരു ഞാൻ ഇപ്പൊ ഒരുമിച്ചാണെങ്കിൽ ചാർട്ടിൽ കാണിക്കുമ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഒരു കാർഡായിട്ട് എടുത്ത് കാണിക്കുമ്പോഴേ ജസ്റ്റ് ഒരു ചാർട്ട് മാത്രമാണെങ്കിൽ കനം കുറവായിരിക്കും. നമ്മൾ ഇത്രയും ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ പീസ് ആയിരിക്കും. കനം കുറവാണെങ്കിൽ നമ്മളത് ഹോൾഡ് ചെയ്യാൻ കുട്ടികളല്ലേ, അതിങ്ങനെ പെട്ടെന്ന് ചുരുക്കാനൊക്കെ ചാൻസുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നല്ലൊരു ഫ്രെയിമിൽ ചെയ്യാനായിട്ട്. ഫ്രെയിം ഉദ്ദേശിക്കുന്ന ഒരു അത്യാവശ്യം കനമുള്ളൊരു പേപ്പർ ഇതിനൊപ്പം സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എല്ലാം സെപ്പറേറ്റ് എല്ലാ ലെറ്ററും സെപ്പറേറ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സാൻഡ് പേപ്പർ ഒക്കെ നോക്കി നടന്നോ, കട്ട് ചെയ്തോ, പ്രിപ്പയർ ചെയ്തോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം, ക്ലാരിഫൈ ചെയ്തുതരാം. നിങ്ങളുടെ മൈൻഡിലേക്ക് അത് വരണം. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ആണ്, ഞാൻ ആദ്യമായിട്ട് തന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്, എത്ര മനോഹരമാക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ തിങ്ക് ചെയ്ത് അത്ര മനോഹരമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. വരയ്ക്കാനൊക്കെ പറ്റുന്നവർ നല്ല ഭംഗിയിൽ വരയ്ക്കാൻ പറ്റാത്തവര് ഈ പ്രിന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഭംഗിയിൽ നോക്കി കട്ട് ചെയ്യണോട്ടെ. സാൻഡ് പേപ്പർ പ്രാവശ്യം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് വരച്ചിട്ട് നല്ല ഭംഗിയിൽ അത് വരച്ചിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഓൾറെഡി ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി എല്ലാവരും കേട്ടോ. മാം കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഇത് ഓരോ അക്ഷരങ്ങളായിട്ട് അതിലൊട്ടിച്ച പോരെ? സാൻഡ് പേപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ലെറ്റേഴ്സും അതിലൊട്ടിച്ച മതിയാവോ? നാട്ടിലാണോ പുറത്താണോ? അകത്ത് മാം, അതായത് കാർഡ്ബോർഡ് ഓരോ പീസാക്കി ഓരോ ലെറ്റേഴ്സിനും കാർഡ്ബോർഡ് ചെറുതാക്കിയിട്ട് അതിന്റെ പുറത്ത് ലെറ്റേഴ്സ് ഒട്ടിച്ചാൽ മതിയാവോ? നമ്മൾ ശരിക്കും പറഞ്ഞാല് ഡോക്ടർ മരിയ മോണ്ടിസോറി ആദ്യമായിട്ട് ലാംഗ്വേജ് ഏരിയയിൽ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ആണ് ഏത്? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്. അപ്പോ അന്ന് ഡോക്ടർ മരിയ മോണ്ടിസോറി കുറച്ച് കാർഡ്ബോർഡ്സും സാൻഡ് പേപ്പറും യൂസ് ചെയ്താണ് ഈ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ തീം തന്നെ കാർഡ്ബോർഡ് പ്ലസ് എന്താണ്
സാൻഡ് പേപ്പർ എന്നാണ്. സാൻഡ് പേപ്പർ കമ്പൽസറി ആണ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എന്നല്ലേ, ആൽഫബറ്റ്സ് എന്നല്ലേ പേര്. സാൻഡ് പേപ്പർ കഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഇനി സപ്പോസ് ചില ആൾക്കാർക്ക്, പുറത്തുള്ള ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് സാൻഡ് പേപ്പർ വാങ്ങിക്കാൻ കിട്ടി അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വൈവയുടെ സമയത്ത് വൈവ് എടുക്കുന്ന ടീച്ചറിനോട് പറയണം, മിസ് ഞാൻ പുറത്താണ്, അതുകൊണ്ടാണ് ഈ സാൻഡ് പേപ്പർ കിട്ടാഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തു. അങ്ങനെയുള്ളവർക്ക് മാത്രം കുറച്ച് ഒരു പരിഗണന ഉണ്ടാവും. ബാക്കി ആർക്കും, ബാക്കി എല്ലാവരും സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യണം. വിശ്വാസമായിട്ട് സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പറയാറുണ്ട് കേട്ടോ. മാം ഞാന് പുറത്താണ്, ഷാർജയിലാണ്, നീനു എന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് മന്ത് ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ചെയ്ത് കാണിച്ചാൽ മതിയോ? മതി മതി. അപ്പൊ പിന്നെ അതായത് നല്ലത്. ഓക്കെ. നെക്സ്റ്റ് മന്ത് ഇങ്ങനെ വരുന്നുണ്ട് നാട്ടിൽ. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല സാൻഡ് പേപ്പർ ഇങ്ങനെ അവൈലബിൾ ആണെന്ന് അറിയത്തില്ല എനിക്ക്. കിട്ടാറുണ്ടാണ് കുട്ടികൾ പറയാറുണ്ട്. നമ്മുടെ കുട്ടികൾ പുറത്ത് എന്താ പറയാ, പുറത്ത് ഉള്ള കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാറുണ്ട്. അവര് പറയാറുണ്ട് മിസ് ഇത് അവൈലബിൾ അല്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇത് അവൈലബിൾ ആവാനായിട്ട്. അതേപോലെ കണ്ടിട്ടില്ല ഇത് സാൻഡ് പേപ്പർ. അപ്പൊ എനിക്ക് അറിയത്തില്ല ഇവിടെ ഉണ്ടോ എന്നുള്ളത്. മാം ഞാൻ അബുദാബിയിലാണ്. ഇത് ചാർട്ട് പേപ്പറിൽ ചെയ്താൽ മതിയോ? ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ട് അതിൽ സാൻഡ് പേപ്പർ ഒട്ടിച്ച് ചെയ്താൽ മതി. എനിക്കിതിവിടെ കിട്ടുമോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നാട്. ഞാൻ അബുദാബിയിലാണ്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഗിൽറ്റർ പേപ്പർ കിട്ടും, നമ്മള് കുട്ടികൾക്കൊക്കെ വേണ്ടി വാങ്ങിക്കാൻ കിട്ടുന്ന ഗിൽറ്റർ പേപ്പർ ഇല്ലേ, പാക്കറ്റ് വാങ്ങിച്ചു. ഓക്കെ. അത് നമ്മൾ ചാർട്ട് പേപ്പറിൽ ചെയ്തിട്ട് ആൽഫബറ്റ്സ് അതിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. ബാക്കി ആരും ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യരുത്. എല്ലാവരും സാൻഡ് പേപ്പറിൽ തന്നെ ചെയ്യുക. കാരണം മാർക്ക് ഡിഫറൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ അവൈലബിൾ അല്ലെങ്കിൽ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 140 റുപ്പീസിനൊക്കെ ഒത്തിരി പീസ് ഓഫ് സാൻഡ് പേപ്പർ കിട്ടുന്നുണ്ട് കേട്ടോ. 100 രൂപയ്ക്ക് താഴേക്ക് 10-15 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. പറയുന്നേ. താങ്ക് യു മാം. Thank you.